ഖുർആൻ ആസ്വാദനം 1-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ 4-ാമത്തെ ആയത്ത്. മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. മാലികി യൗമിദ്ദീൻ. ഈ ആയത്തിൽ പലരും മാലിക്കി എന്ന് അനാവശ്യമായിട്ട് നീട്ടാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. മാലിക്കി 2 ഹർക്കത്തിൻ്റെ അളവിൽ മാത്രം നീട്ടിയാൽ മതി. മാലിക്കി യൗമിദ്ദീൻ. അവസാനം വഖഫ് നൂനിലാണ്. യൗമിദ്ദീൻ എന്നാണ്. ചുണ്ട് അടയുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാലികി യൗമിദ്ദീൻ. ആസ്വാദനം. ഉടമസ്ഥൻ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് മാലിക് എന്ന ദൈവനാമത്തെയാണ്. മലിക് എന്ന ഒരു പാരായണ ഭേദം കൂടിയുണ്ട് ഈ വചനത്തിന്. അപ്പോൾ അർത്ഥം രാജാവ് എന്നായിരിക്കും. തൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധ ചെലുത്തുന്നയാളായിരിക്കും ഉടമസ്ഥൻ. രാജാവാകട്ടെ തൻ്റെ ഭരണപ്രദേശത്തെ മൊത്തത്തിൽ ശ്രദ്ധിക്കുന്നയാളായിരിക്കും. സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം രാജാവും ഉടമസ്ഥനുമാണ് അല്ലാഹു. സാക്ഷാൽ രാജാവും അൽ മലിക്കുൽ ഹക്ക്, ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനും മാലിക്കുൽ മുൾക്ക് അല്ലാഹുവാണെന്നും അവനാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആധിപത്യം നൽകുന്നത് എന്നും താൻ ഇച്ഛിച്ചാൽ ആരുടെയും അധികാരം അവൻ എടുത്തു മാറ്റുമെന്നും ഖുർആൻ അസന്ദിഗ്ധമായി പ്രസ്താവിക്കുന്നുണ്ട്. ദീൻ എന്ന പദത്തിന് മതം, ആചാരവ്യവസ്ഥ എന്നെല്ലാമാണ് പ്രചുരമായ അർത്ഥമെങ്കിലും പ്രതിഫലം, വിചാരണ എന്നിങ്ങനെയും അർത്ഥമുണ്ട്. സൂറത്തുൽ ഇൻഫിത്വാറിൽ മരണാനന്തര ജീവിതത്തിലെ പ്രതിഫല നാളിനെക്കുറിച്ച് യൗമുദ്ദീൻ എന്ന് 3 തവണ പരാമർശിക്കുന്നുണ്ട്. എന്താണ് യൗമുദ്ദീൻ എന്ന ഖുർആനിൻ്റെ തന്നെ ചോദ്യത്തിന് ആർക്കും മറ്റൊരാൾക്കു വേണ്ടി ഒന്നും ചെയ്യാനാവാത്ത ദിവസം, തീരുമാനാധികാരമെല്ലാം അള്ളാഹുവിന് മാത്രമായിരിക്കും എന്ന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാത്രം രാജാധിപത്യത്തിലും ഉടമസ്ഥതയിലും നിലനിൽക്കുന്ന, ആർക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവാത്ത എല്ലാ രാജാക്കന്മാരും അള്ളാഹുവിൻ്റെ വിധി കാത്തു നിൽക്കേണ്ടി വരുന്ന ദിവസമാണ് യൗമുദ്ദീൻ എന്നർത്ഥം. മനുഷ്യകർമ്മങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. അതിന് കഴിയുന്ന രൂപത്തിലല്ല ഈ ലോകം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുന്നവനാണ് മനുഷ്യൻ. അവൻ്റെ ചെയ്തികൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകാൻ കഴിയണമെങ്കിൽ അവയുണ്ടാക്കിയ ഫലങ്ങളും പ്രതിഫലനങ്ങളും കൃത്യമായി അളക്കാൻ കഴിയണം. തലമുറകൾ കഴിഞ്ഞുണ്ടാവുന്ന കർമ്മഫലങ്ങൾക്ക് ഇഹലോക ജീവിതത്തിൽ വെച്ച് പ്രതിഫലം നൽകുന്നതെങ്ങനെ? ഒരാളുടെ കർമ്മങ്ങൾ കൊണ്ട് മറ്റൊരാൾക്കുണ്ടാവുന്ന ശാരീരികവും മാനസികവും ആത്മീയവുമായ നന്മകളും തിന്മകളുമെല്ലാം അളന്ന് തിട്ടപ്പെടുത്തുവാൻ ആർക്കാണ് കഴിയുക? അള്ളാഹുവിനല്ലാതെ. അതിനുവേണ്ടിയാണ് അവൻ പ്രതിഫല നാൾ സംവിധാനിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാത്രം നിയന്ത്രണത്തിലുള്ള, മറ്റൊരാളെയും അവൻ്റെ സമ്മതത്തോടെയല്ലാതെ ഇടപെടാൻ സമ്മതിക്കാത്ത വിചാരണവേദി. അവിടെ വെച്ച് താൻ ചെയ്ത കർമ്മങ്ങൾ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അവ കൊണ്ടുണ്ടായ പ്രതിഫലനങ്ങൾ സഹിതം ഓരോരുത്തരും മനസ്സിലാക്കും. അവയ്ക്കുള്ള പ്രതിഫലവും അവർ അനുഭവിക്കും. ഈ ലോകത്ത് വെച്ച് തൻ്റെ കാരുണ്യം എല്ലാവർക്കും നൽകുന്ന പരമകാരുണികനെയും മരണാനന്തര ജീവിതത്തിൽ വെച്ച് അർഹതപ്പെട്ടവർക്ക് മുന്നിൽ തൻ്റെ കാരുണ്യത്തിൻ്റെ പൂർണ്ണമായ പ്രകാശനം നിർവഹിക്കുന്ന കരുണാനിധിയെയും പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ സ്വാഭാവികതയായ അവൻ്റെ നീതി നിർവഹണത്തെക്കുറിച്ച് കൂടി ധൈര്യപ്പെടുത്തുകയാണ് ഫാത്തിഹയിലെ 4-ാം വചനം ചെയ്യുന്നത്. അള്ളാഹു കാരുണ്യവാനാണ് എന്ന വസ്തുത ഉത്തരവാദിത്ത നിർവഹണത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനുള്ള സൗകര്യമായി ആർക്കും മാറിക്കൂടാത്തതാണ്. സവിശേഷമായ അസ്തിത്വവും സ്വാതന്ത്ര്യവും നൽകി ഭൂമിയിലേക്ക് പറഞ്ഞയച്ച മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷയുള്ളതോടൊപ്പം തന്നെ അവൻ്റെ നീതിയെക്കുറിച്ച് ഭീതിയുമുണ്ടാവണം. അപ്പോൾ മാത്രമേ
അവൻ വിധിവിലക്കുകളുടെ വേലിക്കെട്ടുകൾ തകർത്ത് സ്വന്തത്തിനും മറ്റുള്ളവർക്കും നാശമുണ്ടാകുന്നവനായി മാറാതിരിക്കുകയുള്ളൂ. പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനും രാജാവുമായി അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അതിനാൽ അവൻ സ്തുതികളെല്ലാം അർഹിക്കുന്നവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം ജീവിതത്തെ സൽപന്ഥാവിലൂടെ നയിക്കാനുള്ള പ്രചോദനമാണ് അതുവഴി ഉണ്ടാവുന്നത്. സർവ്വലോകങ്ങളുടെയും നാഥനും പരമകാരുണികനും കരുണാനിധിയും പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിനെ കൃതജ്ഞതാപൂർവം സ്തുതിക്കുന്നവരുടെ ജീവിതം നിർമ്മലവും പ്രചോദനാത്മകവുമാവാതിരിക്കാൻ വഴിയില്ല. ഫാത്തിഹയിലെ ആദ്യ വചനങ്ങൾ ദിനേന നിരവധി തവണ ആവർത്തിക്കുന്നത് വഴി ഉണ്ടാവുന്ന ദൈവബോധമാണ് വിശ്വാസികളുടെ ജീവിതത്തെ മാതൃകാപരമാക്കുന്നത്. ഫാത്തിഹ പരിചയപ്പെടുത്തുന്ന ക്രമത്തിൽ അള്ളാഹുവിനെ അറിയുന്നവർക്ക് അവനിൽ പ്രതീക്ഷ അർപ്പിക്കുവാനും ഭരമേൽപ്പിക്കുവാനും അവൻ്റെ വിധിവിലക്കുകളിൽ നിന്ന് പിഴയ്ക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കുവാനും കഴിയും. അവനെ സ്തുതിക്കുന്നത് വഴി അവൻ്റെ വ്യവസ്ഥയുടെ ഭാഗമായി തനിക്ക് വന്നു ഭവിക്കുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ മുന്നോട്ട് പോകുവാനും അത് പ്രചോദനമാവും. ഇതുവരെയുള്ള 4 സൂക്തങ്ങളിലും അള്ളാഹു തൃതീയ വ്യക്തിത്വമായാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ച് അവൻ ലോകങ്ങളുടെ നാഥനാണെന്നും പരമകാരുണികനും കരുണാനിധിയുമാണെന്നും പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനാണെന്നും ഖുർആനിൻ്റെ അനുവാചകനോട് മറ്റാരോ പറഞ്ഞു കൊടുക്കുന്ന രീതി. അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെയും അവൻ്റെ മഹത്വത്തെയും കുറിച്ച് പ്രതിപാദിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ രീതിയാണിത്. ഞാൻ പരമകാരുണികനാണ് എന്നോ നീ പരമകാരുണികനാണ് എന്നോ പറയുന്നതിനേക്കാൾ മനസ്സിൽ തറക്കുക അവൻ പരമകാരുണികനാണ് എന്ന് പറയുമ്പോഴാണ്. എന്നാൽ അടുത്ത വചനങ്ങൾ മുതൽ അള്ളാഹു പരാമർശിക്കപ്പെടുന്നത് ദ്വിതീയ വ്യക്തിത്വമായാണ്. അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയും നാഥനിൽ നിന്ന് ദാസൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും പറയുമ്പോൾ അത്യുന്നതനുമായി ദുർബലൻ നേർക്കുനേരെ വർത്തമാനം പറയുന്ന രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അള്ളാഹുവാണ് ആരാധ്യനെന്ന് പറയുന്നതിനേക്കാൾ മനസ്സിൽ തറക്കുന്നതാണ് നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന പ്രതിജ്ഞ. നേർമാർഗത്തിലൂടെ നയിക്കണമേ എന്ന പ്രാർത്ഥനയിൽ ദ്വിതീയ വ്യക്തിത്വമായി മാത്രമേ അള്ളാഹുവിനെ പരാമർശിക്കാൻ കഴിയൂ. ഇങ്ങനെയുള്ള വ്യക്തിത്വമാറ്റങ്ങളും ക്രിയാമാറ്റങ്ങളുമെല്ലാം ഖുർആനിൽ പലയിടങ്ങളിലുമുണ്ട്. പ്രഥമ വ്യക്തിത്വത്തിൽ നിന്ന് ദ്വിതീയ വ്യക്തിത്വത്തിലേക്കും അതിൽ നിന്ന് തൃതീയ വ്യക്തിത്വത്തിലേക്കും തിരിച്ചുമെല്ലാമുള്ള മാറ്റങ്ങളും അതേപോലെയുള്ള ക്രിയാരൂപങ്ങളിലെ മാറ്റങ്ങളും ഏകവചനത്തിൽ നിന്ന് പൊടുന്നനെ പൂജക ബഹുവചനത്തിലേക്കുള്ള മാറ്റവുമെല്ലാം ഒരേ ആയത്തിലും ഒരേ സൂറത്തിലെ വ്യത്യസ്ത ആയത്തുകൾക്കിടയിലുമെല്ലാം കാണാൻ കഴിയും. ചാരുതയും ഭാഷാ സൗന്ദര്യവും ആശയസ്ഫുടതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം മാറ്റങ്ങളെ ഇൽത്തിഫാത്ത് എന്നാണ് വിളിക്കുക. ഖുർആനിൻ്റെ സൗന്ദര്യശാസ്ത്രവും അനുവാചകനിൽ മാറ്റമുണ്ടാക്കാനുള്ള അതിൻ്റെ നൈപുണ്യവും അതിലെ ഇൽത്തിഫാത്തുകളിൽ പ്രകടമായി കാണാനാവും. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചിലർ ഇവ അരോചകമാണെന്ന് വിമർശിക്കുന്നത്.